ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. CSKയുടെ പേസറായ ഖലീൽ അഹമ്മദിനെ ഇപ്പോൾ ടീമിന് നഷ്ടമായിട്ടുണ്ട്. പരിക്ക് മൂലം ഇനിയുള്ള മത്സരങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് CSK ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകരം ഏതെങ്കിലും താരങ്ങളെ CSK കൊണ്ടുവരുമോ, അതല്ലെങ്കിൽ നിലവിലുള്ള ഏത് താരത്തെയാണ് CSK പകരമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക, അതൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകളെ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ 2 ഇന്ത്യൻ ബൗളർമാരെയാണ് ചെന്നൈക്ക് സ്ക്വാഡിനകത്ത് ലഭ്യമായിട്ടുള്ളത്. ഒരാൾ മുകേഷ് ചൗധരിയാണ്. പക്ഷേ താരത്തിന്റെ മുൻകാല കണക്കുകൾ അത്ര ഒരു മികച്ചതല്ല. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ഒരു ഓവറിൽ 27 റൺസ് എടുത്ത ചരിത്രമൊക്കെ മുകേഷിനുണ്ട്. അടുത്ത മത്സരം SRHനെതിരെയാണ്. മറ്റൊരു ഓപ്ഷൻ അത് രാമകൃഷ്ണ ഘോഷാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് CSKയുടെ ആരാധകർ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്. ഈ താരത്തെ എന്തായാലും ഇത്തവണ ഉപയോഗപ്പെടുത്തണമെന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ ഒരു ആവശ്യം. ബൗളിങ്ങിന് പുറമെ ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരം കൂടിയാണ് രാമകൃഷ്ണ ഘോഷ്. കഴിഞ്ഞ 5 മത്സരങ്ങളിലായിക്കൊണ്ട് CSKയുടെ ഒരു ഇമ്പാക്റ്റ് ലിസ്റ്റിൽ അദ്ദേഹമുണ്ട്. ഖലീലിന് പകരം താരത്തെ CSK ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റൈറ്റ് ആം മീഡിയം ഫാസ്റ്റ് ബൗളറാണ് ഇദ്ദേഹം. സാധാരണ 140 km/h ബോൾ ചെയ്യുന്ന ഒരു താരമാണ് ഇദ്ദേഹം. ഇനി അതല്ല, പകരമായിക്കൊണ്ട് മറ്റൊരു താരത്തെ കൊണ്ടുവരാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ CSKക്ക് മുന്നിൽ അവൈലബിൾ ആണ്. കേരള താരമായ ഈഡൻ ടോം ആപ്പിളിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കൂടാതെ ആകാശ് മധുവാളിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ ചേതൻ സക്കറിയ, സിമർജീത് സിംഗ്, അതുപോലെ തന്നെ മുൻപ് CSKയിൽ ഉണ്ടായിരുന്ന KM ആസിഫ് എന്നിവരെയൊക്കെ കൊണ്ടുവരാൻ CSKക്ക് സാധിക്കും. ഏതായാലും നല്ല ഒരു താരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഉപയോഗപ്പെടുത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. രാമകൃഷ്ണ ഘോഷിന് ഇത്തവണ അരങ്ങേറാൻ ഒരു അവസരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പല ആരാധകരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.